അമൽ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ പരാതി അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിവരങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് വരികയാണ്. ഗുരുതരമായ കാര്യങ്ങൾ എന്ന് മാത്രമല്ല, തെളിവുകൾ ഉൾപ്പെടെ പരാതിക്കാരി മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് രാഹുലിന് കുരുക്ക് മുറുകാൻ പാകത്തിനുള്ള ഒരു പരാതിയാണ് മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യ പരാതി വന്നതിന് ശേഷം രാഹുലിന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പരാതി എത്തിയതിനു ശേഷം രാഹുലിന് മാറി നിൽക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ ആ പരാതി വന്ന് രാഹുൽ മാറി നിൽക്കുന്ന സമയത്ത് വന്ന രണ്ടാം പരാതിയിൽ പോലീസിന് മുന്നിലേക്ക് എത്താതെ മാറി നിൽക്കാൻ കഴിഞ്ഞ ഒരു അവസ്ഥ രാഹുലിനുണ്ടായിരുന്നുവെങ്കിൽ മൂന്നാം പരാതിയിൽ അത്തരത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഇത്തരമൊരു പരാതി ഉണ്ട് എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ കസ്റ്റഡിയിലാവുന്ന അവസ്ഥ, അറസ്റ്റിലാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ TKM ഹോട്ടലിലേക്ക് പോലീസ് എത്തുന്ന സമയത്ത് പോലും രാഹുലിന്റെ കസ്റ്റഡിക്കാണ് എന്നുള്ള കാര്യം ഹോട്ടൽ അധികൃതരോ അല്ലെങ്കിൽ രാഹുലോ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 ദിവസങ്ങളായി അവിടെ ഈ SIT സംഘം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ, രാഹുൽ ചില പൊതുപരിപാടികളിലടക്കം അവിടെ പങ്കെടുത്തു എന്നുള്ളതാണ് അറിയുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. MLA ഹോസ്റ്റലിലടക്കം രാഹുൽ എത്തുകയും ചെയ്തു. ഇവിടെ എത്തി മടങ്ങിയ ശേഷമാണ് എത്തുമ്പോൾ പോലും രാഹുൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അങ്ങനെ കൃത്യമായി തന്നെ ഒരാഴ്ച മുമ്പ് ലഭിച്ച പരാതി അതീവ രഹസ്യമാക്കി വെക്കുകയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിയമോപദേശമടക്കം തേടി മുന്നോട്ട് പോവുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതും രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഹോട്ടലിൽ നിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. TKM ഹോട്ടൽ എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള ഒരു ഹോട്ടൽ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. പൂജയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഈ പറയുന്ന TKM ഹോട്ടൽ നമ്മൾ ഇതിനു മുൻപും ഒരു വട്ടം വാർത്തയിൽ കേട്ടിട്ടുണ്ട്. അത് കേട്ടത് പണ്ടൊരു നീലപ്പെട്ടി വിവാദം ഉണ്ടായ സമയമുണ്ടായിരുന്നു. ആ നീലപ്പെട്ടി വിവാദം ഉണ്ടാകുന്ന സമയത്ത് രാത്രിയിൽ ഉണ്ടായ നാടകീയ രംഗങ്ങളെല്ലാം സംഭവിച്ച അതേ ഹോട്ടൽ തന്നെയാണ് ഈ TKM ഹോട്ടൽ. ആ ഹോട്ടലിലായിരുന്നു രാഹുൽ ഇന്നലെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും രാഹുലിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഓഫീസ് സ്റ്റാഫുകൾ 2 പേർ പുറത്തേക്ക് പോകുന്നു. അവർ പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതേ ഹോട്ടലിൽ ഉണ്ടായിരുന്ന SIT സംഘം രാഹുലിന്റെ അടുത്തേക്ക് എത്തുന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഷൊർണൂരിലെ പോലീസ് സംഘം അടക്കം അവിടുത്തെ DYSP അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തി പുറത്തേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളടക്കം അവർ ക്രമീകരിക്കുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അടക്കമുള്ള ആളുകൾ രാഹുലിന്റെ അടുത്തേക്ക് എത്തി താങ്കളെ കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് അറിയിക്കുന്നു. അപ്പോൾ രാഹുൽ പറഞ്ഞത് തനിക്ക് അടിയന്തരമായി നിയമസഹായം തേടേണ്ടതുണ്ട്, അഭിഭാഷകരോട് സംസാരിക്കേണ്ടതുണ്ട്, ഒപ്പം ആളുകളോട് സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ള വിവരങ്ങൾ അടക്കം അറിയിക്കുമ്പോൾ അതിനടക്കം അനുമതി നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിനുശേഷം അവിടുന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പാലക്കാടേക്കാണ് ആദ്യം പോകുന്നത്. പാലക്കാട് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് ആലത്തൂരും കടന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വാഹനം കടന്നു വന്നു. അപ്പോൾ തിരുവനന്തപുരത്തേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നേരെ വാഹനം പോയത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ്. ഇപ്പോൾ അവിരാൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് രാഹുലിനെ എത്തിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് സാധാരണ നിലയിൽ ഇത്തരം ഗൗരവമുള്ള ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ, പരാതിയിൽ ഇത്തരം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെങ്കിൽ, കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അനുകൂലമായൊരു നിലപാട് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ നിയമവിദഗ്ധരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുകൂലമായ നിലപാടുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെയെങ്കിൽ രാഹുലിന്റെ റിമാൻഡ് എന്നുള്ള തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിപ്പോൾ കോടതി അവധിയാണ്. അതിനാൽ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുക. ഈ ബലാത്സംഗ കുറ്റമടക്കം, ഗർഭീത്രമടക്കമുള്ള നേരത്തെ വന്നിരുന്ന പരാതിയിന് സമാനമായി തന്നെയുള്ള ആരോപണങ്ങളാണ് വരുന്നത്. പരാതിക്കാരി ആരെ എന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. പത്തനംതിട്ട സ്വദേശിനിയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കേരളത്തിന് പുറത്തുള്ള ഒരാൾ, വിദേശത്ത് താമസിക്കുന്ന ഒരാൾ അവിടെ നിന്നും ഇമെയിലിൽ അയച്ച പരാതിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്ന കാര്യം. ആ പരാതിക്കാരിയോട് വിവരങ്ങൾ തേടുകയും അത് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘം തേടുകയും ചെയ്തു. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് പ്രാഥമികമായ ഒരു വിവരശേഖരണവും അതോടൊപ്പം തന്നെ തെളിവ് ശേഖരണവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യത്തെ കേസിൽ കേരള പോലീസിനുണ്ടായ നാണക്കേട് അങ്ങേയറ്റം വലുതായിരുന്നു. കാരണം രാഹുൽ മങ്കൂട്ടത്തിലെ പോലെ MLA ആയിരിക്കുന്ന ഒരാൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഒരു പരാതി എത്തുന്നത്. ആ പരാതി എത്തിയെന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ രാഹുൽ കണ്ണാടി എന്ന് പറയുന്ന പാലക്കാടത്തെ ഒരു ഗ്രാമത്തിൽ നിന്നും മാറുന്നു. പിന്നീട് പാലക്കാട് ടൗണിലേക്ക് എത്തുന്നു. വാഹനങ്ങൾ മാറി മാറി കയറുന്നു. അതിനുശേഷം പിന്നീട് രാഹുൽ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ കേരള പോലീസ് ഒരു വ്യക്തതയും ഇല്ലാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂരാണെന്ന് പറയുന്നു, ബാംഗ്ലൂരാണെന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥലങ്ങൾ മാറി മാറി പറയുന്നതിനപ്പുറത്തേക്ക്, അത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നതിനപ്പുറത്തേക്ക്
രാഹുൽ എവിടെയാണ് എന്ന് കൃത്യമായൊരു വിവരം പുറത്തു നൽകാൻ പോലും കേരള പോലീസിന് ആയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ രാഹുൽ പാലക്കാട് എത്തുന്നു. പാലക്കാട് എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു രാഹുൽ അവിടെ വോട്ട് ചെയ്യാനെത്തിയത്. ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് തടയുകയാണ് ചെയ്തതെങ്കിൽ രണ്ടാം കേസിൽ ജാമ്യം ലഭിക്കുന്ന സെഷൻസ് കോടതിയിൽ ജാമ്യം ലഭിക്കുന്ന അവസ്ഥയും ഉണ്ടായി. ഇനിയിപ്പോൾ ഈ കേസുമായി അങ്ങനെ രാഹുൽ പുറത്തു നിൽക്കുന്ന പൊതുപരിപാടികൾ സജീവമായി നിൽക്കുന്ന സമയത്താണ് മൂന്നാം പരാതി ഉണ്ടാകുന്നത്. പരാതി വന്ന് ഒരാഴ്ചയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരാഴ്ചയാകുമ്പോഴും ഇത്തരമൊരു പരാതി ഉണ്ട് എന്നുള്ള വിവരം പോലും ആരും അറിഞ്ഞിരുന്നില്ല. അങ്ങേയറ്റം രഹസ്യമാക്കി വെച്ച് ഇനിയും ഇത്തരത്തിൽ രാഹുലിന്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകരുത് എന്നുള്ള ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിലാവണം SIT സംഘം അവിടെ ക്യാമ്പ് ചെയ്തതും രാഹുലിനെ നിരീക്ഷിച്ചതും ആ നിരീക്ഷണത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി അറസ്റ്റ് ഉണ്ടാകുന്നതും. അറസ്റ്റ് പോലും നാടകീയമായ ഒരു അറസ്റ്റ് എന്ന് പറയേണ്ടി വരും. കാരണം രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളടക്കം മടങ്ങി രാഹുലിന് നിയമസഹായമടക്കം തേടാനുള്ളൊരു അവസരം ഒരുക്കുന്നതിന് മുൻപ് തന്നെ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു. ആദ്യം കസ്റ്റഡി എന്ന് പറയുന്നു, പിന്നീട് അറസ്റ്റ് ആകുന്നു. ഇനിയിപ്പോൾ എന്തായാലും രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഈ പരാതിയുടെ ഗൗരവം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പരാതിയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ SIT സംഘം ഈ വിഷയത്തെ വളരെ ഗൗരവമായി കണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വളരെ പെട്ടെന്നുള്ള നീക്കം അത്